ഹായ് ഓൾ, ഞാൻ അൻസാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ പ്ലാന്റിനെ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. പ്ലാന്റ് മോൺസ്റ്ററ അഡൻസോണി. ചീസ് പ്ലാന്റ് എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. നമ്മുടെ ഗാർഡനിൽ മറ്റെല്ലാ പ്ലാന്റ്സിന്റെയും കൂടെ നിൽക്കുമ്പോൾ ഇവനെ നമ്മൾ പ്രത്യേകം നമ്മുടെ ശ്രദ്ധ ഈ ചെടിയിലേക്ക് പോകും. അതിന് കാരണം അതിൻ്റെ ആ ലീവ്സ് ആണ്. മറ്റ് ലീവ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിന്റെ ലീവ്സിൽ ഒരു 6 to 7 ഹോൾസ് ഉണ്ട്. അതാണ് ഈ ചെടിയുടെ മെയിൻ അട്രാക്ഷൻ. നല്ല ഗ്രീൻ കളർ ലീവ്സിൽ ഈ ഹോൾസ് വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് ആ ചെടി നമുക്ക് തരുന്നത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് മോൺസ്റ്ററ അഡൻസോണി അഥവാ സ്വിസ് ചീസ് പ്ലാന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ കെയറിങ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്ക് ഇതിപ്പോ നമ്മുടെ ഗാർഡനിൽ ഇരുന്നതാണ്, മഴക്കാലമൊക്കെയാണ്. അപ്പൊ ഒത്തിരി പൂപ്പായലൊക്കെ വന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ചട്ടി ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പൊ ഇത് അത്യാവശ്യം ലീവ്സ് ഒക്കെ വന്ന് ഒന്ന് ബുഷിയായി വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിത് ഇൻഡോറിൽ വെക്കാം. അപ്പൊ ഈ ചട്ടീനെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ഈ പ്ലാന്റിനെ നമുക്കൊന്ന് ഗ്രൂം ചെയ്തെടുക്കാം. നമ്മുടെ ചട്ടി മഴയത്തൊക്കെ ഇരുന്നുകൊണ്ട് അതിൽ ഒത്തിരി പൂപ്പലും പായലുകളൊക്കെ പിടിച്ചിട്ടുണ്ട്. മണ്ണിന്റെ കളറൊക്കെ മാറിയില്ല. അപ്പൊ നമുക്ക് അതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നാലാണ് ഇനി അത് പെയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കുള്ളൂ. നമ്മുടെ പോട്ടിന് 2 കോട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടിന്റെ അകത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ അതിന് ആദ്യമായിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലീവ്സിനെ മാത്രം നമ്മൾ അതിൽ നിർത്തിയാൽ മതി. യെല്ലോ കളറായിട്ട് കൊഴിയാറായിട്ടുള്ള ലീവ്സ് പിന്നെ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ആ പ്ലാന്റിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. സോ നമുക്ക് അങ്ങനെയുള്ള ലീവ്സ് ഒക്കെ അതിൽ നിന്ന് കളയാം. ഇത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ലീവ്സിന് മാത്രം അതിൽ നിർത്തിയാൽ മതി. ഈ ലീവ്സ് അതിൽ നിന്നുകൊണ്ട് ഇനി ആ യെല്ലോ കളർ മാറാനോ അത് പഴയ പോലെ ഇനി ഇത് കംപ്ലീറ്റ് ഡെഡ് ആയിട്ടുള്ള ഒരു ലീവ്സ് ആണ്. അപ്പോൾ നമ്മളിത് ഇൻഡോറൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ഫുള്ളായിട്ട് ഗ്രീൻ ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് നമുക്ക് കളയാം. പിന്നെ ഇതിന് കുറേ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊക്കെ അതിലുണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് മാറ്റി ഇൻഡോറിൽ വെക്കാനാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് പെബിൾസ് ഒക്കെ കുറച്ച് സ്റ്റോൺസ് ഒക്കെ അതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിനി മോൺസ്റ്ററ പ്ലാന്റിന്റെ കെയറിങ്ങിനെ കുറിച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് മേടിക്കുക. യെല്ലോ ലീവ്സ് ഒന്നും ഇല്ലാതെ നല്ല ഗ്രീൻ കളറിൽ നല്ല ഹെൽത്തി ആയിട്ട് ഇത്രയും വലിപ്പമൊക്കെ ഉള്ള ലീവ്സ് ഉള്ള പ്ലാന്റ് മേടിക്കുക. ഒരു 100 റേഞ്ചിലൊക്കെ നമുക്ക് ഈ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കും. ഇത് എനിക്കൊരു കസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. 2 തൈ കിട്ടി. അപ്പം നമ്മൾ 2 പോട്ടിൽ നട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഏത് വലിപ്പത്തിലുള്ള പോട്ട് വേണമെങ്കിലും ഇത് എടുക്കാം. ഇത് നമുക്ക് ഏത് രീതിയിൽ ഇത് വളർന്നു വരണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ആ രീതിയിൽ ഇത് വളർന്നു വന്നോളൂ. അപ്പൊ ഞാൻ ഇതൊരു വലിയ പോട്ടിൽ നട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു ക്ലൈംബിംഗ് ടൈപ്പ് പ്ലാന്റ് ആണ് മോൺസ്റ്ററ. അപ്പൊ നമുക്ക് ഇതിനൊരു സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ അതിൽ ക്ലൈംബ് ചെയ്ത് അത് ആ ഹൈറ്റിലേക്ക് വളർന്നു. അല്ല നമുക്ക് പുതിയ നോട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ പുതിയ തൈകളൊക്കെ കട്ട് ചെയ്ത് ഇതിൽ തന്നെ വെച്ച് വെച്ചിട്ട് നമുക്കത് ബുഷിയായിട്ട് വളർത്തിയെടുക്കാം. ചെറിയ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട്
വളർത്തിയെടുക്കുക. അപ്പൊ അത് താഴേക്ക് വളർന്നു. അങ്ങനെ ഏത് രീതിയിൽ വളരണമെന്ന് നമുക്ക് തീരുമാനിക്കാം, അത് ആ രീതിയിൽ വന്നോളൂ. പോട്ടിംഗ് മിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇതില് ഗാർഡൻ സോയിൽ മാത്രമാണ് ആദ്യമായിട്ട് ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ളൂ. നമുക്ക് ഈക്വൽ പ്രൊപ്പോർഷനിൽ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വളപ്പൊടി അതിൽ ചേർക്കാം. അല്പം കൊക്കോപീറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അത്യാവശ്യം മോയ്സ്ചറൊക്കെ നിന്നാലും കുഴപ്പമില്ലാത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റ്. ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. സോ ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് തന്നെയാണ് മോൺസ്റ്ററ. അതിന് അത്യാവശ്യം സൺലൈറ്റ്, ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടിയാൽ നല്ല ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഷെയ്ഡിൽ നമുക്ക് കീപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് മോൺസ്റ്ററ. ഇനി ഡയറക്റ്റ് സൺലൈറ്റ്, ഉച്ചയ്ക്കുള്ള ആ ഒരു കട്ടിയുള്ള വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലീവ്സ് ഒക്കെ ബേൺ ചെയ്ത് പോകും. ഇതില് നാച്ചുറലായിട്ട് ഇതിന് ഹോൾസ് ഉണ്ട്, അത് കൂടാതെ ചെറിയ ചെറിയ ഹോൾസ് വരും. ഇപ്പൊ നമ്മുടെ പ്ലാന്റിൽ അതൊന്നുമില്ല. അങ്ങനെ ഹോൾസ് അത് കത്തി കരിഞ്ഞു പോയിട്ട് അവിടെ ഹോള് പുതിയത് ക്രിയേറ്റ് ചെയ്യും. അത് അതിന്റെ ബ്യൂട്ടീനെ കുറയ്ക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും ഇതിലേക്ക് വരാൻ നമ്മൾ അനുവദിക്കരുത്. ഒത്തിരി അതില് വാട്ടർ നിൽക്കാൻ പാകത്തിനുള്ള ഒരു സോയിലല്ല നമ്മൾ എടുക്കുന്നത്. അത്യാവശ്യം ഡ്രെയിനേജ് ഉള്ള ഒരു സോയിൽ എടുക്കുക. അപ്പോൾ വാട്ടർ ചെയ്യുമ്പോൾ ഓവർ വാട്ടറിങ്ങോ അണ്ടർ വാട്ടറിങ്ങോ ആവാതെ നമ്മൾ സൂക്ഷിക്കുക. അത്യാവശ്യം ഇപ്പോൾ 2 days കൂടുമ്പോൾ നമ്മൾ വാട്ടർ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. കാരണം നമുക്ക് നമ്മുടെ പോട്ട് ശ്രദ്ധിക്കുക, പോട്ട് ഡ്രൈ ആകാതെ നമ്മൾ നോക്കാം. അപ്പോൾ 2 days, ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ആ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്ലാന്റിന് വേണ്ട വെള്ളം നമ്മൾ എപ്പോഴും അതിലേക്ക് അപ്ലൈ ചെയ്യുക. ഫെർട്ടിലൈസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വേറെ രാസവളങ്ങളോ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം നട്ടിട്ട് ഒരു പ്രാവശ്യം ഞാൻ ചാണകപ്പൊടി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള വേസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിയുടെ ഒക്കെ തൊലി, അതുപോലെ തന്നെ പഴത്തൊലി, പിന്നെ അതുപോലെ ചായയുടെ ചണ്ടി, ഇതൊക്കെയാണ് ഇതിന് ആൾക്കൂടി നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുമ്പോഴോ വാട്ടർ അപ്ലൈ ചെയ്യുമ്പോഴോ ഒക്കെ ആ മണ്ണിനെ ഒന്ന് പതുക്കെ ഒന്ന് മേൽമണ്ണിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് അതിന്റെ ഒരു നല്ലൊരു എയർ സർക്കുലേഷനും ആ വേരിന് റൂട്ടിനൊക്കെ ആ ഡ്രൈ ആയിട്ട് കട്ടി പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിനൊക്കെ ഡെവലപ്മെന്റിന് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കും. നമ്മളപ്പോൾ എപ്പോഴും ആ മേൽമണ്ണ് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ വളമൊക്കെ ചെയ്യാറ്. അത്ര വലിയ പ്രോബ്ലം ഒന്നും വരുന്ന പ്ലാന്റ് അല്ല. എന്നിരുന്നാൽ കൂടി നമ്മുടെ വേറെ ഏതെങ്കിലും പ്ലാന്റിൽ വെള്ളീച്ച അഥവാ മില്ലി ബഗ്സ് ആണ് ഇതിന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ കണ്ടേക്കുന്നത്. അതിന് നമുക്ക് നീം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തീർക്കാം. എൻ്റെ പ്ലാന്റിന് ഇതുവരെ വെള്ളീച്ചയുടെ ഒരു ശല്യം വന്നിട്ടില്ല. പിന്നെ കോമൺ ആയിട്ട് എല്ലാ പ്ലാന്റിനും നമ്മുടെ ഗാർഡനിലുള്ള എല്ലാ പ്ലാന്റിനും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്നെയിലിന്റെ അറ്റാക്ക് ആണ്. അത് ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആദ്യമൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്നെയില് ഇപ്പോൾ ഇത് ഒരു ഹോൾസ് ഉള്ള ലീഫാണ്, പക്ഷെ അതിന്റെ ഒത്തിരി ഭാഗം ആ ഹോളൊക്കെ ഒത്തിരി വലിപ്പത്തിൽ ഇത് ഒത്തിരി അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന ലീവ്സ് ഈ സ്നെയിൽസ് വേഗം ഒറ്റ ദിവസം മതി അത് അറ്റാക്ക് ചെയ്തുണ്ടോ ആ ഹോളൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു. അതിനെ ആദ്യം തന്നെ ഞാൻ മാറ്റിയത് സ്നെയിൽ ഇല്ലാത്ത ഏരിയയിലേക്ക്, വീടിന്റെ റൂഫ് ടോപ്പിലേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. സ്നെയിലൊക്കെ ഉണ്ടോന്ന് മണ്ണിന്റെ അടിയിലൊക്കെയാണ് ഈ സ്നെയില് പകൽ സമയത്ത് ഒളിച്ചിരിക്കുക. എന്നിട്ട് രാത്രിയൊക്കെ ആവുമ്പോൾ വന്നിട്ട് നമ്മുടെ പ്ലാന്റിന് ഒറ്റ ദിവസം മതി ഒരു 1-2 സ്നെയിലിന് ഈ പ്ലാന്റ് കംപ്ലീറ്റ് ഇല്ലാതാക്കാനായിട്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ റെഗുലർ ആയിട്ട് നോക്കുമായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ കീടങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടോ. പിന്നീട് വന്ന 3-4 ലീവ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. സ്നെയിലിന്റെ അറ്റാക്ക് ഒന്നും ഇപ്പൊ അതിനില്ല. അപ്പൊ ഇത്രയും പ്രോബ്ലംസ് ആണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലീവ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി ഹോൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കാറ്റൊന്നും ഒത്തിരി അടിച്ച് ഈ ലീഫിന് വേറെ ഡാമേജ് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ കെയർഫുൾ ആയിട്ട് എപ്പോഴും നമുക്ക് കൊണ്ടെടുക്കുക.
പറയും ഈ നടു പോർഷനിൽ അതിന് അത്രയും തിക്നെസ് കുറവായതുകൊണ്ട് ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ എൻ്റെ ഒരു ലീഫിന് ഒടിഞ്ഞു പോയിട്ടുണ്ട് നടുക്ക് വെച്ച്. അതിന്റെ ഒരു ഭംഗി കുറയ്ക്കുന്നതാണ്. അപ്പൊ നമുക്ക് കെയർഫുൾ ആയിട്ട് നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് സോയിലില് വളർത്താം. അതുപോലെ തന്നെ വാട്ടർ പ്രൊപ്പഗേഷനും മണി പ്ലാന്റ് ഒക്കെ പോലെ തന്നെ ഇതിന്റെ ചെറിയൊരു കട്ടിങ്സ് എടുത്ത് നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ നമുക്ക് ഇൻഡോറിൽ കിച്ചണിലൊക്കെ അങ്ങനെ ഒരു ചെറിയ ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് വെള്ളം ഇട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്ത് നമുക്ക് വളർത്തിയെടുക്കാം. സോയിലിൽ നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മോൺസ്റ്ററ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പുതിയൊരു പ്ലാന്റുമായി വീണ്ടും കാണുന്നതിലേക്ക് ബൈ.